അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, സൗദി അറേബ്യയിൽ മൗലിദില്ല എന്ന് പറഞ്ഞ് മുജാഹിദുകൾ പ്രചരിപ്പിച്ചപ്പോൾ സൗദി അറേബ്യയിൽ മദീനയിൽ തന്നെ എന്തിനധികം റൗള ഷരീഫിന്റെ തൂണുകളുടെ മുകളിൽ പോലും മൗലിദിന്റെ വരികൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ വാട്സപ്പിലൂടെ പ്രചരണം നടന്നപ്പോൾ മുജാഹിദുകൾ അങ്കലാപ്പിലായി. അപ്പോ ഏതായാലും മദീനയിൽ അങ്ങനെ മൗലിദിന്റെ വരികൾ ഇല്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ നാണം കെടും. കാരണം പാവപ്പെട്ട അണികളായ മുജാഹിദുകൾ ചെന്ന് നോക്കിയാൽ ഇന്നും അതവിടെ കാണാം. അതിനെ സംബന്ധിച്ച് നമ്മുടെ മുജാഹിദ് മൗലവിയായ ഫളുലുൽ ഹഖ് അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. അതായത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് തൊട്ടടുത്തുള്ള അവിടുത്തെ തൂണിൽ എഴുതി വെച്ച 2-3 പദ്യശകലങ്ങളുണ്ട്. ആ പദ്യശകലങ്ങൾ എടുത്തുകൊണ്ട് മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലൂദുണ്ട്, ഇങ്ങനെ മൗലൂദ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടുന്ന അറബിയെയെല്ലാം മൗലൂദായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ. സത്യത്തിൽ എന്താണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രാർത്ഥനയല്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തവസ്സുലല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കവിത, അത് പണ്ട് ഒരു ആറാബി വന്ന് പാടി എന്നാണ് പല തഫ്സീറുകളിലും പല കിതാബുകളും അത് കാണുന്നുണ്ട്. ആ കവിത അവിടെ പ്രവാചകനെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു വാക്ക് എന്ന നിലക്ക് അത് പള്ളിയുടെ ചുമരിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടുവല്ലോ, മൗലവി ഫളുലുൽ ഹഖ് അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുവെന്നോ സഹായം തേടിയെന്നോ ഒന്നുമില്ല. സുന്നികളായ ആളുകൾ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പുറത്ത് ഇറക്കിയിട്ടുള്ളത്. മൗലിദ് എന്ന് പറഞ്ഞാൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അത് ഗദ്യമായും പദ്യമായും ഉൾക്കൊള്ളുന്നതാണ് മൗലിദിന്റെ ഉള്ളടക്കം. ഏതായാലും അങ്ങനെ അവിടെ വരികൾ ഉണ്ട് എന്ന് മൗലവി സമ്മതിച്ചു. പിന്നെ മൗലവി അവസാനം പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ, ബഹുമാനം, അത് മദ്ഹ് പറഞ്ഞതാണ്. മൗലവി മുജാഹിദിന്റെ മൗലവിമാർക്ക് ഇതുവരെ മനസ്സിലായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മൗലിദ് എന്ന് പറഞ്ഞാൽ സുന്നികളും പറയുന്നത് ആന കുമ്പിട്ടു എന്നല്ല. മൗലിദ് എന്ന് പറഞ്ഞാൽ മഹത്തുക്കളുടെ മദ്ഹുകൾ, അവരുടെ മഹത് ഗുണങ്ങൾ എടുത്തു പറയുന്നതിനെയാണ് മൗലിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അവിടെ ഉണ്ട് എന്നും അത് റസൂലുള്ളാഹിയുടെ അപ്പം മൗലിദ് എന്ന് പറയാനാണ് ഇപ്പം മുജാഹിദിന് വിഷമം. അങ്ങനെ തന്നെയാണ് പല വിഷയങ്ങളിലും. സുന്നികൾ മന്ത്രം എന്ന് പറയുമ്പോൾ മുജാഹിദുകൾ മന്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലാകുമെന്ന് മനസ്സിലാക്കിയിട്ട് റുഖയ്യ ശർഇയ്യ ആക്കി മാറ്റി. അതുപോലെ ഇവിടെ മൗലിദ് എന്ന് പറഞ്ഞാൽ അത് അണികൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാകുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാകാം അത് മഹത് വചനങ്ങൾ, റസൂലുള്ളാഹിയുടെ മദ്ഹുകൾ ആണ് അവിടെ ഉള്ളത് എന്ന് സമ്മതിച്ചു. ഇനി ബാക്കി അദ്ദേഹം തന്നെ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മൗലൂദാണ് ഇത് എന്ന്. ഇതൊരു മൗലൂദാണ് എന്ന് നിനക്ക് ചൊല്ലണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. ഇത് എല്ലാ റബീഉൽ അവ്വൽ വരുമ്പോൾ ചൊല്ലണമെന്ന് അവിടെ പറയുന്നില്ല. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. ഇത് ചൊല്ലരുത് പുണ്യമാണ് എന്നോ, ഇപ്പൊ മങ്കൂസ് മൗലിദിനെ കുറിച്ച് പറഞ്ഞ പോലെ പുണ്യമൗലിദാണ് ഇത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മദ്ഹ് ഉൾക്കൊള്ളുന്ന 2-3 വരികൾ ഉള്ളത് കൊണ്ട് അത് അവിടെ എഴുതി വെച്ചു എന്ന് മാത്രം. ഏതായാലും അവിടെ മൗലിദിന്റെ വരികൾ ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് അതിൽ നിന്ന് മൗലവിക്ക് തടി സലാമത്താക്കണം. അപ്പൊ മൗലവിയുടെ കണ്ടെത്തലുകളാണ് നിങ്ങളിപ്പോ കേട്ടത്. മൗലിദ് ചൊല്ലണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. എല്ലാ റബീഉൽ അവ്വലിലും ചൊല്ലണം എന്നും എഴുതിയിട്ടില്ല. ചൊല്ലിക്കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടില്ല. ഇത് പുണ്യ മൗലിദാണെന്നും എഴുതിയിട്ടില്ല. എന്റെ മൗലവി, നിങ്ങളൊക്കെ ഏത് കുതിരവട്ടത്താണ് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഏതായാലും ഇയാൾ തന്നെ പറയാണ് അവിടെ മദ്ഹ് 3-4 വരികളിൽ എഴുതിയിട്ടുണ്ട് എന്ന്. ഈ മദ്ഹ് എഴുതിയതിന് തന്നെയാണ് മൗലവിമാരെ മൗലിദ് എന്ന് പറഞ്ഞു വരുന്നത്. സുന്നികളുടെ മൗലിദ് ഗ്രന്ഥങ്ങളിൽ തീർത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മദ്ഹുകൾ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് അഭിനയിക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മൗലിദ് ചൊല്ലണം എന്ന് എഴുതി വച്ചിട്ടില്ല. ഇയാളെ മറുപടിയാണ്. ഇപ്പൊ മുജാഹിദിന്റെ മൗലിമാര്
ഒരു ഡോക്ടറെ അടുത്തും ഇനി പോകേണ്ടി വരില്ല. കാരണം ഇന്ന ഡോക്ടർ MBBS, DCH, MD എന്നൊക്കെ അതിൽ ബിരുദങ്ങൾ കാണാം. ഇന്നേ വരെ ഒരു ഡോക്ടറുടെ ബോർഡിനടിയിലും രോഗികളായ ആളുകൾ എന്നെ ഒന്ന് സഹായിക്കുക, മരുന്ന് വാങ്ങി പോകുക എന്ന് എഴുതി വെക്കുന്ന പതിവില്ല. അത് പിന്നെ മൗലവി പറഞ്ഞത് ചൊല്ലണമെന്ന് എല്ലാ റബീഉൽ അവലിലും ചൊല്ലണമെന്ന് പറയുന്നില്ല. മൗലിദ് റബീഉൽ അവലിൽ മാത്രമാണ് ചൊല്ലേണ്ടത് എന്ന് സുന്നികൾ എവിടെയാണ് പറഞ്ഞത്? മൗലിദ് എല്ലാ സമയത്തും ചൊല്ലേണ്ടത് തന്നെയാണ്. അത് റബീഉൽ അവലിലും ചൊല്ലാം, ശവ്വാലിലും ചൊല്ലാം, റമളാനിലും ചൊല്ലാം, എല്ലാ കാലത്തും ചൊല്ലാം. അതുതന്നെയാണ് അവിടെ കൊത്തിവെച്ച, അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന മൗലിദിന്റെ വരികളെ സംബന്ധിച്ച് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് ഒരാൾ വിളിച്ചു പറയേണ്ടതിലുള്ള ഏറ്റവും നല്ല അഹ്സനായ വാചകം എന്നാണ് മഹാനവറുകൾ ഇതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തി. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക എന്ന് തുടങ്ങുന്ന ഖുർആനിന്റെ ആയത്ത് ഉരുവിട്ടുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ മൗലിദിന്റെ വരികൾ അടക്കമാണ് അവിടെ പോയിട്ട് ചൊല്ലേണ്ടത് എന്നാണ് ഇമാം നവവി മുജാഹിദ് ഇമാം എന്നും മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നും മുജാഹിദ് മഹാൻ എന്നും വിശേഷിപ്പിക്കുന്ന ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തിയത് എന്ന് ഈ പാവം മൗലവി അറിഞ്ഞു കാണില്ല. അവസാനം മൗലവി പറഞ്ഞത് പുണ്യ മൗലിദ് ആണെന്ന് എഴുതി വച്ചിട്ടില്ല എന്നാണ്. മൗലവിമാരെ മൗലിദ് ചൊല്ലുമ്പോൾ പുണ്യം കിട്ടും, മൗലിദ് ചൊല്ലുമ്പോൾ റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുമ്പോൾ ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന, റസൂലുള്ളാഹിയുടെ സ്വലാത്തുകൾ ചൊല്ലുന്ന വ്യക്തിക്ക് പ്രതിഫലം നൽകുമെന്നതിൽ തർക്കമുണ്ടോ? മൻ സല്ലല്ലാഹു അലൈഹി വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി അശറ. 10 പ്രതിഫലം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ, റസൂലുള്ളാഹിയുടെ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ കിട്ടും. അതുപോലെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയാൽ തന്നെ പ്രതിഫലം കിട്ടും. ഇത് ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ടത് മൗലവിമാര് പച്ചയായി നിഷേധിക്കുന്നതാണ് നാം ഇവിടെ കണ്ടുവരുന്നത്. ആ വരികൾ എന്താണ്? യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖാഇ അഅ്മുഹു ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വൽ അക്മു. ഏറ്റവും നല്ല സ്ഥലത്ത് മറമാടപ്പെട്ട ഏറ്റവും നല്ല വ്യക്തി, അങ്ങനെയുള്ള പ്രവാചകരെ, അങ്ങനെ മറമാടപ്പെട്ട പ്രവാചകരെ, ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വൽ അക്മു, അവിടെയുള്ള ചുറ്റുമുള്ള പ്രദേശങ്ങളും പരിസര പ്രദേശങ്ങളൊക്കെ സുഗന്ധപൂരിതമായി, അതെല്ലാം നല്ലതായി നന്നായി തീർന്നു. നഫ്സിൽ ഫിദാഉ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, ലി ഖബറിൻ അംത സാകിനുഹു, നിങ്ങൾ താമസിക്കുന്ന ഖബറിടത്തിലേക്ക്, ആ ഭാഗത്തേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഫീഹിൽ അഫാഫു വ ഫീഹിൽ ജൂദ് വൽ കറമു, ആ റസൂലിലാണ് എന്തുള്ളത്? അഫാഫുള്ളത്, പവിത്രതയുള്ളത്, ചാരിത്രശുദ്ധിയുള്ളത്. വഫീഹിൽ ജൂദു, അവർ അങ്ങയിലാണ്, ആ റസൂലിലാണ് ഔദാര്യമുള്ളത്, ആ റസൂലിലാണ് കറമുള്ളത്, എന്ന് പറഞ്ഞാൽ മാന്യതയും ഔദാര്യതയും എല്ലാം ഉള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും റൗള ഷരീഫിൽ അവിടെ എഴുതി വെച്ചിട്ടുള്ള പദ്യങ്ങൾ മൗലവി തന്നെ ഒന്ന് പാടിയത് നിങ്ങൾ കേട്ടു. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്മുഹു ഫതാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അക്മു. അപ്പോൾ ഏതായാലും മദീനയിൽ മറവ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും പുണ്യരായ ഏറ്റവും ശ്രേഷ്ഠരായ നബിയെ ആരെയാണ് വിളിച്ച് മൗലവിമാരെ വഫാത്തായ റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒന്നാമത്തെ ശിർക്ക് തന്നെയല്ലേ ഉള്ളത്? വഫാത്തായി കിടക്കുന്ന നബിയെ വിളിച്ചിട്ടല്ലേ മൗലവി ഈ പറയുന്നത്? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്മുഹു ഫതാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അക്മു. ഇനി രണ്ടാമത്തെ വരിയോ മൗലവി വളരെ നിസാരമാക്കി അങ്ങ് പോവാണ്. നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു, നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു. നബിയെ, ഞാൻ എൻ്റെ ശരീരത്തെ തങ്ങളുടെ ഖബറിന് സമർപ്പിച്ചിരിക്കുന്നു നബിയെ. മൗലവിമാർ തുറന്നു പറയണം വഫാത്തായ നബിയോട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാള് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നബിയെ തങ്ങളുടെ ഖബറിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടെങ്കിൽ അതൊന്ന് പറയണം മൗലവിമാരെ. എന്നിട്ട് മൂപ്പര് അവസാനം പറയാണ്, ഇത് മങ്കൂസ് മൗലിദിലുള്ളത് പോലെയൊന്നുമില്ല, ഷറഫുലന മൗലിദിലുള്ളത് പോലെയൊന്നുമില്ല. ഉള്ളതാദ്യം സമ്മതിക്കും മൗലവിമാരെ, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. വഫാത്തായ നബിയെ വിളിച്ച് ഏറ്റവും ഖൈറായ നബിയെ തങ്ങൾ ഇവിടെ കിടന്നതോടുകൂടി ഇവിടെ പുണ്യഭൂമിയായി പോയി, സുഗന്ധപൂരിതമായി പോയി എന്ന് വ്യക്തമായി വിളിച്ച് പറയുന്നു. എൻ്റെ ശരീരത്തെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു
വഫാത്തായ നബിയോട്, ഖബറിലുള്ള നബിയോട് വിളിച്ചിട്ടാ പറയുന്നത്, തങ്ങളുടെ ഖബറിന് എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു. മുജാഹിദെ, നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെ എന്ന് മുതലാണ് തൗഹീദായി മാറിയത്? എന്നിട്ട് വളരെ ലാഘവത്തോട് വളരെ സിമ്പിളായി അർത്ഥം വെച്ചിട്ടോ ഇത്രയേ അതിലുള്ളൂ. അതിലുള്ളത് തന്നെ തുറന്നു പറയണം ജനങ്ങളോട്. മൂടി വെച്ചിട്ട് മൂളിയിട്ട് പോയത് കൊണ്ട് കാര്യമായില്ല മൗലവിമാരെ എന്നാണ് പറയാനുള്ളത്. ഈ മദ്ഹ് വചനങ്ങൾ, ഈ മൗലിദിന്റെ വരികൾ, അത് മങ്കൂസ് മൗലിദ് പോലെയല്ല, ഷറഫുൽ അനാം മൗലിദ് പോലെയല്ല. ഇതില് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മൗലവി പറയാണ്, നബി അവിടെ ഉണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ ബറക്കത്തുണ്ടായി. എന്താ മൗലവിമാർ ഈ പറയുന്നത്? അങ്ങനെ ബറക്കത്ത്, സാധാരണ മഖ്ബറയിൽ പോകുമ്പോൾ തന്നെ ബറക്കത്ത് കാംക്ഷിച്ചാൽ ഷിർക്കിന്റെ ഷിർക്കായി പോയി എന്ന് പറയുന്ന മൗലവിമാരെ, അപ്പൊ ബറക്കത്ത് ഉണ്ട് അല്ലെ? ആ ബറക്കത്ത് റസൂലുള്ളാഹി കിടക്കുന്ന മണ്ണിന് തന്നെ ബറക്കത്ത് ഉണ്ട് എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ, അതിന്റെ അപ്പുറവും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പറയിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയാനുള്ളത്. എന്നിട്ട് അവസാനം അദ്ദേഹം നഫ്സീ ഫിദാഉൻ ലിഖബ്രിൻ അൻത ശാകിനുഹു, നബിയെ തങ്ങളുടെ ഖബറിലേക്ക് ഞാൻ എന്റെ ശരീരത്തെ സമർപ്പിക്കുന്നു എന്ന് ഖബറിലേക്ക് എന്ന് പറയാൻ മൗലവിക്ക് ഒരു നാണം. അദ്ദേഹം പറഞ്ഞു, നബിയെ ആ സ്ഥലത്തേക്ക് സമർപ്പിക്കുന്നു. ഖബറിലേക്ക് എന്ന് പറയുമ്പോൾ മുജാഹിദുകൾക്ക് ഒരുപക്ഷെ താങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാവും മൗലവി ആ നിലക്ക് പറഞ്ഞത്. അതുകൂടി നിങ്ങളൊന്ന് കേട്ടോളൂ. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണത്താൽ അവിടെ ബർക്കത്തുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്, ആ സ്ഥലം നല്ലതാണ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ പ്രവാചകനിലാണ് അഫാഖു, പവിത്രതയുള്ളത്, ആ പ്രവാചകനിലാണ് ഔദാര്യതയും മാന്യതയും സ്നേഹവും ഉള്ളത് എന്നൊക്കെ റസൂലിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന 2-3 അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ മാത്രമാണത്. മൗലവി തുടർന്ന് പറയുന്നത് കേൾക്കുക. വാട്സപ്പിലൂടെ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഔദാര്യം പ്രതീക്ഷിക്കുകയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഔദാര്യം ചോദിക്കുകയോ അല്ലെങ്കിൽ പ്രവാചകനോട് ഫദ്ലിനോ റഹ്മത്തിനോ വേണ്ടി പ്രവർത്തിക്കുകയോ ഒന്നുമല്ല. നേരെ മറിച്ച് ഒരു മഹാനായ പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം അവിടെ ഉണ്ട്, ആ സ്ഥലം നന്നായിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ മഹാത്മാക്കളിലൂടെ വലിയ വലിയ ആളുകളിലൂടെ പറമാടപ്പെടുമ്പോൾ ആ സ്ഥലം ഹൈറുള്ളതായി മാറും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ വെച്ചുകൊണ്ട് ആ വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അങ്ങനെ പ്രാർത്ഥിക്കാനും ഇവിടെ പറയുന്നില്ല. അങ്ങനത്തെ പ്രാർത്ഥനയും ഈ വരിയിലില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ടുള്ള 2-3-4 വരികളാണ് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഏതായാലും നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ സുന്നികൾ പ്രചരിപ്പിച്ച ഈ മൗലിദിന്റെ വരികൾ, 4 വരികളിൽ 3 വരികളും മൗലവി അംഗീകരിച്ചു, അതിന്റെ അർത്ഥമൊന്നും മാറിയിട്ടില്ല, അൽഹംദുലില്ലാ. അപ്പൊ റസൂലുള്ളാഹിയോട് ഇന്നൊരാൾ, ജീവിച്ചിരിക്കുന്ന ഒരാൾ, നബിയെ തങ്ങളുടെ ഖബറിന് ഞാൻ എന്റെ ശരീരത്തെ സമർപ്പിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ 4-ാമത്തെ വരി, ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, തങ്ങളിൽ നിന്ന് ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് മൗലവിയെ ആകെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അത് അർത്ഥം സുന്നികൾ മാറ്റി എന്നാണ് ഇയാൾ പറയുന്നത്. സുന്നികൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അർത്ഥം മാറ്റി എന്നാണ് മൗലവിക്ക് പറയാനുള്ളതെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നമുക്ക് ഈ വിഷയം, ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ വിഷയവും നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ നിങ്ങൾ സന്നദ്ധനാണോ? ഫളുൽ ഹഖ് ഉണ്ടെങ്കിൽ താങ്കൾ ഒന്ന് അറിയിക്കുക. ആരാണ് അർത്ഥം മാറ്റിയത്? ആരാണ് നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ എന്നുള്ളതിന് ആ സ്ഥലം എന്ന് മാത്രമാക്കി മാറ്റിയത്? അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിന് ഉണ്ടെങ്കിൽ സന്നദ്ധനാണെങ്കിൽ താങ്കൾ ഒന്ന് അറിയിക്കുക. പിന്നെ ഇയാൾ വീണ്ടും പറയാണ്, അത് അവിടെ പോയിട്ട് അവിടെ ചൊല്ലി, ഏതോ ഒരാൾ ചൊല്ലി എന്നെല്ലാം മൗലവി ലോകത്ത് കഴിഞ്ഞ മുഫസ്സിരീങ്ങളും മുഹദ്ദിസുകളുമായി അറിയപ്പെട്ട, ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഏറെക്കുറെ ഇമാമിങ്ങൾ ഒക്കെ തന്നെയും ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്, എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹിയുടെ ഖബർ ശരീഫിനടുക്കൽ പോകണമെന്നും ഈ വരികൾ ചൊല്ലണമെന്നും അത് ഏറ്റവും അഹ്സനായ വാചകമാണെന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള, അതുപോലെ തന്നെ ഇമാം ഖാളി ഇയാദിനെ പോലെയുള്ള, ഇമാം ഇബ്നുൽ ഹാജിനെ പോലെയുള്ള എത്രയോ ഡസൻ കണക്കിന് ഇമാമിങ്ങൾ ഈ വിഷയം എടുത്ത് ഉദ്ധരിച്ചതായി കാണാം. എന്നിട്ട് ഇയാൾ പറയാണ്, ഔദാര്യം റസൂലുള്ളാഹിന്റെ പ്രതീക്ഷിച്ചൂടാൻ. ആര് പറഞ്ഞു മൗലവി? ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും തുഅറദു അലയ്യ അമാലുക്കും ഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ് വഇദാ വജദ്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു എനിക്ക് അറിയിച്ചു തരുന്നുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നത്, ഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ്, നിങ്ങളൊരു നല്ല പ്രവർത്തനം ചെയ്താൽ ഞാൻ അല്ലാഹുവിനെ ഹംദ് ചെയ്യും.
അതേ സമയത്ത് നിങ്ങളിൽ നിന്ന് വല്ല തെറ്റുകളും ദോഷങ്ങളുമാണ് ഞാൻ കാണപ്പെടുന്നത് എനിക്ക് കാണിച്ചു തരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അതാണ് മൗലവിമാരെ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എന്നിട്ട് മൗലവി പറയാണ്, അത് വിളിച്ചു പറയാനൊന്നും ആരും പറഞ്ഞിട്ടില്ല, വിളിച്ചു പറയാൻ തന്നെയാണ് ഈ വരികൾ കൊടുത്ത ഇബ്നു കസീർ രേഖപ്പെടുത്തിയത്. വലൗ അന്നഹും ളലമു അൻഫുസഹും എന്നുള്ള ആയത്ത് കൊടുത്തുകൊണ്ട് ഇബ്നു കസീർ യുർഷിദു തആല ലുസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുൽ ഖത വൽ സിയാനു അൻ യഅതു ഇല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു വയസ്അലൂഹു. റസൂലുള്ളാഹിയോട് റസൂലുള്ളാഹിന്റെ ഖബ്ർ ശരീഫിനടുക്കൽ പോയി ചോദിക്കണം, അള്ളാഹിനോട് പുറത്തു തരാൻ വേണ്ടി നബിതങ്ങളോട് പറയണം എന്ന് തന്നെയാണ് ഇബ്നു കസീർ ഈ വരികളടക്കം കൊടുത്തത്. മൗലവിമാരെ ആര് പറഞ്ഞു ചോദിക്കണ്ടെന്ന് പറയാൻ? ചോദിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഭാഷയിൽ ഇസ്തിശ്ഫാ എന്നും ഇസ്തിഗാസ എന്നും ഒക്കെ വിളിക്കുന്ന കാര്യം, നിങ്ങളത് പ്രാർത്ഥന എന്ന് പേരിട്ട് ഓമന പേരിട്ട് വിളിക്കുന്നു. നിങ്ങൾ എന്ത് തേങ്ങാപ്പുണ്ണാക്ക് പേരിട്ടാലും കുഴപ്പമില്ല, അത് അവിടെ പോയി വിളിച്ച് പറയണമെന്ന് തന്നെയാണ് ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത്. അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ആൺകുട്ടികളായ സുന്നികളുടെ മുമ്പിൽ ഇരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾ തന്റെ ഇടം കാണിക്കണം എന്ന് മാത്രമേ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇനിയും തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തിയാൽ ഇതുപോലെ മറുപടികൾ ഇനിയും ഉണ്ടാകുമെന്ന് മാത്രം തൽക്കാലം താങ്കൾ ഓർത്തിരിക്കുന്നത് നന്ന് എന്ന് മാത്രം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.